കണ്ണൂർ കണ്ണോത്തുംചാലിൽ കവർച്ച. കണ്ണോത്തുംചാലിലെ ലൈവ് ഷോർ അപ്പാർട്ട്മെന്റിൽ നിന്ന് 17 പവനും 54,000 രൂപയും കവർന്നു. സ്റ്റാർ ഗോൾഡ് മാനേജിംഗ് പാർട്ണർ പ്രവീൺ വസന്തിന്റെ അപ്പാർട്ട്മെന്റിലാണ് മോഷണം നടന്നത്. പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ഉച്ചയ്ക്കാണ് കണ്ണൂർ കണ്ണോത്തുംചാലിലെ ലൈഫ് ഷോർ എന്ന അപ്പാർട്ട്മെന്റിൽ കവർച്ച നടന്നത്. ആ സമയത്ത് വീട്ടിൽ ഈ ഫ്ളാറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ ഫ്ളാറ്റ് ഉടമ പ്രവീൺ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്ര പവൻ നഷ്ടമായി? 17 പവനും സ്വർണം 54 രൂപ ക്യാഷും പോയിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല? വീട് അടിച്ചിരിക്കുകയാണ്. ഏകദേശം എത്ര സമയത്തോടുകൂടി നടന്നിട്ടുണ്ടാവുക? അത് നമ്മൾ 5:30 മണിക്ക് വൈകിട്ട് 5:30 മണിക്ക് തിരിച്ച് വന്നപ്പോൾ അറിയുന്നത് 12 മണിക്ക് നമ്മൾ ഇവിടുന്ന് 12 മണിക്ക് ഇവിടുന്ന് നമ്മൾ ഷോപ്പിലേക്ക് പോയതാണ്. തിരിച്ച് വന്നത് 5:30ക്കാണ്. 5:30ക്ക് വന്ന സമയത്താണ് നമ്മൾ കാണുന്നത് പൂട്ടെല്ലാം പൊളിച്ചിട്ട് എല്ലാം ഡോറിന് പറ്റിയ തുണിയിലേക്ക് ഇങ്ങനെ പറക്കിയിട്ടിട്ട് ഇങ്ങനെ. അന്നേരം തന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചിന്. പോലീസ് അന്നേരം തന്നെ 10 മിനിറ്റ് കൊണ്ട് പോലീസ് വന്ന്. പിന്നെ അറിയുന്ന ആള് അങ്ങനെ എനിക്ക് ഡൗട്ട് ആരോട് നമ്മൾ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഈ കള്ളന്മാർ ഇപ്പോൾ പേരിട്ടുണ്ട്. 2 വീടാ മോശം വീട്ടിലും കയറിയിട്ടുണ്ട്. അവിടെ ഒന്നും പോയിട്ടില്ല. അതാണ് പ്രവീൺ എന്ന ഈ ഫ്ലാറ്റ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. പ്രവീണാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം സ്റ്റാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി നടത്തുന്നത്. ഏതാണ്ട് പട്ടാപ്പകലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ഇവിടെ എത്തി ഈ അലമാര, ഈ ഷെൽഫ് പൊളിച്ചു. അതിനുശേഷം ഇവിടെയുള്ള വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ച് നിലത്തിട്ടിട്ടുണ്ട്. ഷെൽഫ് പൊളിച്ച് ഇതിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ്. മറ്റ് ഗോൾഡ് കൂടി ഇദ്ദേഹം ജ്വല്ലറി നടത്തുന്ന ആളെ മാനേജിംഗ് പാർട്ണർ ആയതുകൊണ്ട് സ്റ്റാർ ഗോൾഡ് എന്ന ജ്വല്ലറിയുടെ മാനേജിംഗ് പാർട്ണറാണ്. അതുകൊണ്ട് കൂടുതൽ സ്വർണവും സൂക്ഷിച്ചിരുന്നു. അത് പക്ഷേ ഈ മോഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മോഷണം നടത്തിയത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ എന്ന് വ്യക്തതയില്ല. ഏതായാലും മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ ഉച്ചയോടുകൂടിയാണ് ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത്. ഡോറ് തകർത്ത് അകത്ത് കടന്നത്. ആളില്ല എന്ന് മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പോലീസ് വിശദമായ ടൗൺ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. അതേസമയം വിശദമായ അന്വേഷണത്തിലേക്ക് അവർ കടക്കുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഫ്ളാറ്റിൽ മോഷണ ശ്രമം നടത്തിയെങ്കിലും അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വിലപിടിപ്പുള്ളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നട്ടുച്ചയ്ക്കാണ് ഈ കവർച്ച നടന്നത് എന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നത്. കൃത്യമായി ഈ ലൊക്കേഷൻ പഠിച്ച് മനസ്സിലാക്കിയാണ് അവർ ഈ മോഷണം നടത്തിയത് എന്ന് ഇവിടെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.